ദോശ. നിന്നോട് എത്ര തവണ വേണോടി എനിക്കിത് ഇഷ്ടമല്ലെന്ന്? നീ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി ഇപ്പൊ ഇവിടെ വന്നിട്ട്? ഇത്രയും നാളായിട്ട് എന്റെ ഇഷ്ടങ്ങൾ അവർക്ക് മനസ്സിലായിട്ടില്ലേ? മര്യാദക്ക് കൊണ്ടുപോയി മാറ്റിയിട്ട് എനിക്ക് പുട്ട് എടുത്തോണ്ട് പോവാ. ഞാൻ പുട്ട് മാത്രമേ കഴിക്കുള്ളൂ. ഞാൻ ഇന്നലെ ചോദിച്ചതല്ല അമ്മയുടെ അടുത്ത്. നീ എത്ര ചോദിച്ചാലും എനിക്ക് ഇഷ്ടമുള്ളത് പുട്ടാണ്. എനിക്ക് പുട്ട് മതി. അമ്മ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാമോ? ഞാൻ ഉണ്ടാക്കി. എനിക്ക് പറ്റില്ല. രശ്മി പുറത്തു പറയാൻ ആഗ്രഹിക്കാതെ ആ സത്യം വെളിപ്പെടുത്തട്ടെ. പറയട്ടെ. ഒരു 13 വയസ്സുള്ള മകനുണ്ട്. പിന്നെ ആദ്യം കുറച്ച് ജാടായിരുന്നു കേട്ടോ. ഇപ്പൊ ഈ കാരണം സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം കാണുമ്പോഴൊക്കെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയുമ്പോ ഓക്കെ. ദൈവമേ, സത്യം രശ്മിന്റെ ഹസ്ബൻഡും ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ അദ്ദേഹം എന്നോട് പറയാ, അദ്ദേഹം ഒരു ദിവസം ഒരു അമ്പലത്തിൽ പോയപ്പോഴത്തേക്ക് ഒരാള് വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞത്, അതെ ഭാര്യ ശരിയല്ലോ. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ രണ്ടുപേരും ബെഡ് റെസ്റ്റ് എന്നാ എഴുന്നേറ്റ് വരിക. ചേച്ചി അതുകൊണ്ട് നല്ല സുഖമല്ലേ? ഞങ്ങളുടെ കൂടെ ഉള്ളവർ വന്നിട്ട് ഡയലോഗ് പറയുമ്പോ എന്തൊരു സുഖമല്ലേ. ഒരു ഭാര്യ എന്താണോ ഒരു ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതാണ് എന്റെ ആദർശം. ഞങ്ങളൊന്ന് ഇങ്ങനെ അടുത്ത് വരിക. ഞങ്ങൾ ഹണിമൂൺ പോവാൻ നിൽക്കായിരുന്നു ചേച്ചി, ഉടക്ക് വെച്ച്. അപ്പൊ എന്താ ചേച്ചി പറഞ്ഞു കൊടുക്ക്. അപ്പൊ ഞാൻ എന്തോ ശബരിമലയ്ക്ക് വിട്ടു. നല്ല കാര്യമല്ലേ? എല്ലാവരും എന്നെക്കാളും മൂത്ത ആൾക്കാരും എന്നെ ചേച്ചി എന്നാ വിളിക്കുന്നത്. വല്ലത് പറയാൻ പറ്റുമോ? എനിക്ക് അത്ര പ്രായമില്ലെന്ന്. ചില ആൾക്കാരൊക്കെ എനിക്ക് 34 വയസ്സാന്നൊക്കെയാ ഫേസ്ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നത്. സൗണ്ടിനൊരു ഗാംഭീര്യമില്ല. ചില സീനൊക്കെ നിർത്തടി എന്നൊക്കെ പറയുന്ന സീൻ. അപ്പൊ ഞാനിത് പറഞ്ഞു വരുമ്പോ എല്ലാവരും കൂടി ചിരിച്ചു. നിർത്തടി. ഗോൾഡൻ സ്പാരോ എന്നെഞ്ചില് ആരോ നീ ഇല്ലാതെ ലൈഫ് അല്ലേ. India's most affordable IAS coaching for civil service aspirants. Download IPM IAS. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. ഏഷ്യാനെറ്റിൽ വളരെ TRP റേറ്റിംഗിൽ ഹയസ്റ്റ് റേറ്റിംഗിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സീരിയൽ. അതിൽ ഒരുമിച്ച് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ മിണ്ടില്ല, അല്ലെങ്കിൽ നേരിട്ട് നോക്കുക പോലും ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന രണ്ടാളുകളെയാണ് നമ്മൾ ഇന്ന് വളരെ സ്നേഹത്തോടെ ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. പത്തരമാറ്റിലെ നയനയും ദേവയാനിയും, അഥവാ ലച്ചു ദേവൂസ് ആൻഡ് രശ്മി. സീരിയലില് അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ അടി ഇടി ബഹളം, ആ രീതിയിലുള്ള ആൾക്കാര്. പക്ഷെ പരസ്പരം ഭയങ്കര സ്നേഹമുള്ള രണ്ടാൾക്കാരാണെന്ന് എനിക്ക് മനസ്സിലായി. എന്താണ് ഈ കെമിസ്ട്രിയുടെ പുറകിലത്തെ രഹസ്യം? എനിക്ക് തോന്നുന്നു ചേച്ചി എന്റെ കഴിഞ്ഞ ജന്മത്തിലെ ചേച്ചിയായിരുന്നു എന്നാ തോന്നുന്നത്. സീരിയസ്ലി അല്ലേ? ഇപ്പൊ ഒരു ഡ്രസ്സ് എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യത്തിനായാലും എന്നെ ഭയങ്കരമായിട്ട് ഗ്രൂം ചെയ്യുന്ന ചേച്ചി തന്നെയാണ്. എനിക്കൊരു ഇഷ്ടം ഒരാളത്ത് തോന്നിക്കഴിഞ്ഞാൽ അത് അങ്ങനെ ഭയങ്കര ഡീപ്പായിട്ട് ഞാൻ അവരെ സ്നേഹിക്കുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് ഓൺ സ്ക്രീനിൽ ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ലല്ലേ? വേദനയുണ്ടല്ലേ? അതിന്റെ ഭാഗമായിട്ടാണ് നമ്മള് കരള് വരെ പകുത്തു കൊടുത്തതല്ലേ? അതെ അതെ, അറിയുമല്ലോ. അറിയാത്തത് ഭാഗ്യം. ഇല്ലെങ്കിൽ അല്ല, ഞാനിങ്ങനെ, അതായത് നമ്മുടെ സീരിയലിലെ അമ്മായിയമ്മയൊക്കെ ആണല്ലോ, അതുകൊണ്ട് നല്ല പ്രായമുള്ള ഒരാളായിരിക്കും എന്നൊക്കെ ഞാൻ പെട്ടെന്ന് ആദ്യം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ തീരെ ചെറിയൊരു കുട്ടിയാണ് എന്റെ മുന്നിലിരിക്കുന്നത്. എന്തായിരുന്നു രശ്മി സത്യത്തില് ഈ സീരിയലിലേക്ക് വിളിച്ചപ്പോ, പത്തരമാറ്റിലേക്ക് വിളിച്ചപ്പം അമ്മായിയമ്മ റോളാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു നെഞ്ചുവേദന ഉണ്ടായോ? എന്നെയോ? ഇല്ല, എനിക്ക് ആക്ടിങ് എൻ്റെ ഒരു പാഷനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആക്ട് ചെയ്യാൻ. പണ്ട് മുതലേ ഞാൻ എന്താ പറയുക, നമ്മുടെ മിററിലൊക്കെ നോക്കിയിട്ടൊക്കെ ഭയങ്കര ആക്ടിങ് ഒക്കെ. ചിലപ്പോൾ ആടുങ്ങടക്ക് മീശയൊക്കെ വരച്ചിട്ട് കരിയൊക്കെ വെച്ച് വരയ്ക്കുമല്ലോ, അങ്ങനെയൊക്കെ വരച്ചിട്ട് തലയിൽ ഒരു തോർത്തൊക്കെ കെട്ടി അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനൊരു എന്നെ വിളിക്കുന്നതും. അപ്പോൾ ഈ ആദ്യം എനിക്ക് അറിയില്ല ഇതാണ് ക്യാരക്ടർ എന്നൊന്നും എനിക്കറിയില്ല. ഏഷ്യാനെറ്റാണ്, ഇത് കണക്ക് സീരിയലാണ് എന്ന് പറഞ്ഞാൽ ചാടിത്തുള്ളി അങ്ങ് പോയി. പക്ഷെ ഞാൻ ആ പുറത്ത് പറയാത്ത, രശ്മി പുറത്ത് പറയാൻ ആഗ്രഹിക്കാത്ത ആ സത്യം വെളിപ്പെടുത്തട്ടെ. പറയട്ടെ. ഒരു 13 വയസ്സുള്ള മകനുണ്ട്. നിങ്ങൾ എവിടെ നോക്കിയാൽ ഈ കൊച്ചിനെ കാണാൻ
പറ്റില്ല, ഒരു ഇൻസ്റ്റഗ്രാം നോക്കിയാൽ കാണാൻ പറ്റില്ല, ഫേസ്ബുക്ക് നോക്കിയാൽ കാണാൻ പറ്റില്ല, ആർക്കും ഫോട്ടോസ് വരെ ഞാൻ എടുത്ത് നോക്കിയിരുന്നു. ഇല്ല സത്യത്തില് ലച്ചുവിന് അറിയായിരുന്ന അങ്ങനെ ഉണ്ടെന്ന്. അല്ല ചേച്ചി, ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന ചേച്ചിനെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഒരാളും പറയത്തില്ല ഇത്രയും വലിയൊരു മോനുണ്ട് എന്നുള്ള കാര്യം. എനിക്കും സർപ്രൈസ്ഡ് ആയിരുന്നു. പിന്നെ ആദ്യം കുറച്ച് ജാടായിരുന്നു കേട്ടോ. ഇപ്പൊ ഈ കാരണം സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം കാണുമ്പോഴൊക്കെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയുമ്പോ ഓക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്ത് ജാട, ദൈവമേ സത്യമായിട്ടോ. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും പത്തനമാറ്റം എന്ന് പറയുന്ന സീരിയൽ വരുന്നു. നിങ്ങൾ വിചാരിച്ചിരുന്നോ ജീവിതം തന്നെ ഇങ്ങനെ മാറി മറിയുമെന്ന്? കാരണം മലയാളം അറിയുന്ന പ്രേക്ഷകർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ആളുകൾ ഈ സീരിയൽ കാണുന്നുണ്ട്. എനിക്ക് അറിയത്തില്ലായിരുന്നു എനിക്ക് അഭിനയിക്കാൻ പറ്റും, അങ്ങനെ അറിയില്ലായിരുന്നു. ഞാൻ ആക്ച്വലി ഒരു ക്ലാസിക്കൽ ഡാൻസറാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, ആശാ മാം എല്ലാവരും പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് ഒരാഗ്രഹമായിരുന്നു ഇതുപോലെ വലിയൊരു അവാർഡ് നൈറ്റിനൊക്കെ ഫസ്റ്റ് ഒരു ഇൻട്രോ പെർഫോമൻസ് ഒക്കെ എൻ്റെ വേണം എന്നുള്ളത്. പക്ഷെ അത് സാധാരണ ഒരാളെന്നുള്ള നിലയിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അപ്പം ഡാൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഇതിൽ വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പതുക്കെ ഇങ്ങനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാണ്. ഇപ്പൊ എനിക്ക് നല്ല ഇഷ്ടമാണ്. സീരിയൽ നല്ല ഇഷ്ടമാണ്, കാരണം നായികയാണല്ലോ, എല്ലാവരുടെ സ്നേഹം കിട്ടിക്കൊണ്ടിരിക്കുന്ന. പക്ഷെ പാവ അമ്മായിയമ്മയുടെ അവസ്ഥ അതല്ലടാ. ഇന്നലെയും കൂടെ ഒരു നുള്ളു കിട്ടിയ കഥ എന്നോട് പറഞ്ഞു, നാട്ടുകാരെയും കൂടെ അറിയിക്കുക കഥ. സത്യമാണ്. നമ്മളെ അവര് കാണുന്നത് ഒരു ഭയങ്കര ഒരു എനിമി പോലെ. അതായത് നിനക്ക് എന്ത് ആവശ്യമുണ്ട്, നിന്റെ മരുമോളെ ഇങ്ങനെ ചെയ്തിട്ട് ആ കുട്ടിയുടെ മനസ്സ് നീ എന്തുകൊണ്ട് അറിയുന്നില്ല, ഇങ്ങനെയാണോ ഒരു അമ്മായിയമ്മ, ഇങ്ങനെ ആ ഒരു രീതിയാണ് അവരൊക്കെ. നിനക്കറിയോ, അതായത് രശ്മിയുടെ ഹസ്ബൻഡും ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ അദ്ദേഹം എന്നോട് പറയാ, അദ്ദേഹം ഒരു ദിവസം ഒരു അമ്പലത്തിൽ പോയപ്പോഴത്തേക്ക് ഒരാള് വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞത്, അതെ ഭാര്യ ശരിയല്ലെന്ന്. എന്റെ പൊന്നെ, ആ ചേട്ടന്റെ മാനസികാവസ്ഥ. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ രണ്ടുപേരും ബെഡ് റെസ്റ്റാ, എന്നാ എഴുന്നേറ്റ് വരിക ചേച്ചി? അതുകൊണ്ട് നല്ല സുഖമുണ്ട്, എവിടെ എണീറ്റ് പോകണ്ട, ഒരു ബെഡിൽ. അതെ, ഒരു പുതപ്പ് എടുത്ത് വെച്ച് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് ഇങ്ങനെ അമ്മ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ ലുക്ക് തന്നിട്ട് അപ്പൊ തന്നെ സംസാരിച്ച് അത്രേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ എണീറ്റ് നടക്കുക അല്ലെങ്കിൽ ഭാരപ്പെട്ട ആക്ടിവിറ്റീസ് ചെയ്യാൻ ഒരു പരിപാടി. ഞങ്ങളുടെ കൂടെ ഉള്ളവർ വന്നിട്ട് ഡയലോഗ് പറയുമ്പോ എത്ര സുഖമല്ലേ. ഒരു സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളൊരു 10-15 ദിവസത്തോളം വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. രാവിലെ തൊട്ട് രാത്രി വരെയുള്ള ഷെഡ്യൂള്. ഇത് നിങ്ങളുടെ ഈ ഒരു ഡെയിലി ലൈഫിനെ ബാധിക്കുന്നുണ്ടോ? അത് ബാധിക്കുന്നുണ്ട്. ചില സമയത്ത് നൈറ്റ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇല്ലാണ്ടായി പോകും, സത്യം പറയാലോ. എന്താ വെച്ചാൽ രാവിലെ ഒരു 8 o'clock തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 6 അവിടെ എത്തണം, റെഡി 8 കംപ്ലീറ്റ് ആയി കയറണം ഷൂട്ടിങ്ങിന്. 8 o'clock ചില സമയത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ 2 മണി 3 മണി വരെയൊക്കെ ചിലപ്പം പോകും. ചില ദിവസം തീർന്നില്ല എന്നുണ്ടെങ്കിൽ 6 മണി വരെ പോകും, രാവിലെ അങ്ങനെയൊക്കെ പോവാറുണ്ട്. അതെ, ചിലപ്പോ എപ്പിസോഡ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ നമ്മള് മനുഷ്യന്മാരല്ലേ, നമ്മള് ഡ്രെയിൻ ആയി പോകത്തില്ലേ? അത് ശരിയാണ്. ഇതൊക്കെ എല്ലാവരും, ഇപ്പൊ നമ്മളെ ആർട്ടിസ്റ്റുകൾ മാത്രല്ല, ടെക്നീഷ്യൻസും എല്ലാവരും ഇതുപോലെ ഇതിന്റെ പിന്നില് ബുദ്ധിമുട്ടുണ്ട്. പ്രവർത്തിക്കുന്നവരെല്ലാരും ഉണ്ട്. പക്ഷെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മളുടെ അടുത്ത് ഓരോ ആൾക്കാർ, ചില ആൾക്കാർ കമന്റിലൂടെയൊക്കെ നിർത്തി പൊക്കൂടെ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോ സങ്കടം വരും. സത്യമായിട്ടും എത്രമാത്രം എഫേർട്ടാണ് എന്റെ ബാക്കിൽ നിന്ന് അറിയുന്നില്ല. എനിക്കൊരു ചോദ്യം ആക്ച്വലി ഞാൻ ആലോചിച്ച് വെച്ചിരുന്നു, അതായത് നിങ്ങൾ വായിച്ച് ഞെട്ടിപ്പോയ ഒരു കമന്റ് എന്താണെന്നുള്ളത്. ഞങ്ങൾക്ക് ആക്ച്വലി നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരാറുണ്ട്, പക്ഷെ ഞങ്ങളത് പോസിറ്റീവായിട്ട് എടുക്കാറുണ്ട്. അധികം ഒന്നും വരാറില്ല കേട്ടോ. വരുന്ന എന്ത് ചിലപ്പോ ഈ തള്ള എന്ത് ഇങ്ങനെ കാണിക്കുന്ന അങ്ങനെയൊക്കെ ആയിരിക്കും. ഞാൻ പൊതുവെ കമന്റ് അങ്ങനെ വായിക്കുന്ന ഒരാളല്ല. എനിക്ക് ചില സമയത്ത് മോളായിരിക്കും പറഞ്ഞത്, ചേച്ചി അങ്ങനെ, അപ്പൊ ഞാൻ എടുത്ത് നോക്കും അങ്ങനെ ഉണ്ടോ, അങ്ങനെ ഉണ്ട്. എനിക്ക് അങ്ങനെ ലച്ചു കണ്ടിട്ടുള്ള ഒരു കമന്റ് പറയാം. എനിക്ക് ചില കമന്റ് കണ്ട ചിരി വരും. സത്യം ഇവര് ഇത് എങ്ങനെ എഴുത് പുറത്തു പറയാൻ പറ്റില്ല ആ കമന്റ്. സത്യം. പിന്നെ ഞാൻ വിചാരിക്കുന്ന എപ്പോഴും എന്താ അവര് പറഞ്ഞോട്ടെ, പറഞ്ഞോണ്ടിരിക്കുന്നതാണ് നമ്മുടെ വിജയം. അതുണ്ട്. പിന്നെ അത് മാത്രല്ല ചേച്ചി, ഇപ്പൊ നമ്മള് എല്ലാം ഇപ്പൊ അവര് അടിപൊളിയാണ്, നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വളർച്ച അവിടെ നിന്നു. അതേസമയം അവര് പറയാണ് ഇതെന്തുവാ കാണിക്കുന്നത്, അഭിനയം ശരിയായിട്ടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഓക്കെ, നമുക്ക് ഇനിയും ഇമ്പ്രൂവ് ആവാനുണ്ട് എന്നുള്ളൊരു ചിന്ത വരും. അപ്പൊ അവരറിയാതെ തന്നെ എന്നെ വളർത്തിക്കൊണ്ട് വരികയാണ്. അതുകൊണ്ടാണ് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഞാനും അതാ നോക്കിയാ ഞെട്ടിപ്പോയി. അല്ല, ഞാൻ ചില സമയങ്ങളിൽ മാത്രം ഭയങ്കര കാര്യമായിട്ടൊക്കെ സംസാരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ തത്തോ പിത്തോ ഇതൊക്കെ. അമ്മായിയമ്മേനെ ഇരുത്തിക്കൊണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, മരുമോനിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്വാളിറ്റി എന്താ? എന്റെ ആദർശേട്ടൻ എന്നെ
എന്താ അത്രയും ഇതായിട്ടാണ് ഒരു ഭാര്യ എന്താണോ ഒരു ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതാണ് എന്റെ ആദർശമായിട്ട്. ആദ്യം മനസ്സിലായില്ല, ഞാൻ പുറകടന്ന് ഇഷ്ടപ്പെട്ടാൽ എന്നെ തിരിഞ്ഞു നോക്കൂലായിരുന്നു. ഇപ്പൊ പറയണം കേട്ടോ, എന്നോട് ഇപ്പൊ ഇനിയിപ്പോ എന്നെ സ്നേഹിച്ചെന്ന് വിചാരിക്കട്ടെ, അപ്പോഴേക്കും കേറി ഉടക്ക് വെക്കും. ഞങ്ങളൊന്ന് ഇങ്ങനെ അടുത്ത് വരിക, ഞങ്ങൾ ഹണിമൂൺ പോവാൻ നിൽക്കായിരുന്നു ചേച്ചി, ഉടക്ക് വെച്ച്. അപ്പൊ എന്താ ചേച്ചി പറഞ്ഞു കൊടുക്ക്, അപ്പൊ ഞാൻ എന്തോ ശബരിമലയ്ക്ക് വിട്ടു, നല്ല കാര്യമല്ലേ? ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ആക്കാൻ മോൻ ശബരിമലയ്ക്ക് പോണം, നല്ല കാര്യമില്ലേ? നല്ല അമ്മേടാ. ഇനി മരുമകളെ ഇരുത്തിക്കൊണ്ട് ഞാൻ അമ്മായിയമ്മയോട് ചോദിക്കാം, മരുമകളിൽ ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്താണ്? വീട്ടില് മരുമകൾ എങ്ങനെ വേണം ഒരമ്മയമ്മ ആഗ്രഹിക്കില്ലേ, ആ വീട്ടുകാർ ആഗ്രഹിക്കില്ല, അത് തന്നെ സെയിം. ചേച്ചി ഇനി റിയൽ ലൈഫ് ഇഷ്ടപ്പെട്ട ക്വാളിറ്റി ചേച്ചിക്ക് നമുക്ക് എന്താ പറയാ, നല്ല ഒരു എല്ലായിടത്തും നല്ലതായിട്ട് ബിഹേവ് ചെയ്യാൻ നന്നായിട്ട് അറിയാം. ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഇപ്പം എനിക്കൊരു ദുഃഖം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കും. നമ്മളൊരു സാഡായിട്ട് ഒരിടത്ത് ഇരിക്കുകയാണ്, എന്ത് പറ്റി വാ വാ വാ, എന്തിനാ ഒറ്റയ്ക്കിരിക്കുന്നേ, വരൂ വരൂ നമുക്ക് കളിക്കാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടൊക്കെ പോകും. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ, ഒരാളെ ഉൾക്കൊള്ളാൻ നന്നായിട്ട് അറിയാം. ലച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരു മെച്യൂരിറ്റി വരാൻ സീരിയൽ സഹായിച്ചോ? മെച്യൂരിറ്റിയുടെ കാര്യം എനിക്കറിയില്ല, കാരണം നയന എന്ന് പറഞ്ഞ ക്യാരക്ടറും ലക്ഷ്മിയും എൻ്റർലി ഡിഫറെൻ്റ് ആണ്. ഞാൻ അത്ര മെച്യൂർഡായിട്ടുള്ള ആളല്ല, എനിക്ക് ഇങ്ങനെ ഇരിക്കാനായിരുന്നു ഇഷ്ടം. പക്ഷെ നയന ആ ഒരു ക്യാരക്ടർ, ആ കുടുംബം നോക്കുന്ന ഭയങ്കര പക്വതയുള്ള, ചേച്ചിക്ക് അറിയോ എല്ലാവരും എന്നെക്കാളും മൂത്ത ആൾക്കാർ വരെ എന്നെ ചേച്ചി എന്നാ വിളിക്കുന്നത്. വല്ലത് പറയാൻ പറ്റുമോ, എനിക്ക് അത്ര പ്രായമില്ലെന്ന്. ചില ആൾക്കാരൊക്കെ എനിക്ക് 34 വയസ്സാന്നൊക്കെയാ ഫേസ്ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നത്. വേദനകൾ നോക്കണേ. അത് മാത്രമല്ല എനിക്ക് വേദന, നമ്മള് വന്നിട്ട് വലിയ ആൾക്കാർ നയന ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ അതൊരു ബുദ്ധിമുട്ടായിരുന്നു. സത്യമായിട്ട് ഇപ്പൊ അമ്മായിയമ്മ റോളിലേക്ക് വിളിച്ചപ്പോഴത്തേക്ക് ഞെട്ടിയോന്ന് ചോദിച്ച പോലെ ഇതാണ് റോള്, കല്യാണം കഴിഞ്ഞൊരു വ്യക്തിയാണെന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നയനാന്ന് വെച്ചാ ലച്ചുവിന് എന്താ തോന്നിയത്? എനിക്ക് ആക്ച്വലി ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് 3 പേരാണുള്ളത്, അപ്പൊ സ്ക്രീൻ ടെസ്റ്റിന് വരണം, നമുക്ക് അത് കഴിഞ്ഞിട്ട് ഓക്കെ ആക്കാന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തു. അപ്പോഴും വലിയ പ്രതീക്ഷ ഒന്നുമില്ല, നമുക്കങ്ങനെ അഭിനയിക്കാനായിട്ട് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും മുന്നത്തെ സീരിയലൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ചെയ്ത് നോക്കി അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് രമേശ് സാർ, ഇതിൻ്റെ പ്രൊഡ്യൂസർ സാർ വിളിച്ചിട്ട് വന്ന ലക്ഷ്മി നായികയായിട്ടാണ് സെലക്ട് ആയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ആദ്യം ദൈവമേ പണിയാവോ, കല്യാണം കഴിഞ്ഞ് മെച്ചുവേർഡായിട്ട് എങ്ങനെ ഇത് ചെയ്യുമെന്നൊക്കെ ഭയങ്കര ഡൗട്ടായിരുന്നു. ഞാൻ സിനിമയോ സീരിയലോ അങ്ങനെ കാണുന്നൊരു വ്യക്തിയുമല്ല, അതുകൊണ്ട് അതും എനിക്ക് ഒട്ടും എക്സ്പീരിയൻസ് ഇല്ല ഇതിലൊക്കെ. പിന്നെ അങ്ങ് ചെയ്തു, ഒരു ഓളത്തിൽ അങ്ങ് ചെയ്തു. നിങ്ങൾ രണ്ടുപേരെയും നമ്മൾ ഇൻസ്റ്റഗ്രാമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര റീലുകളൊക്കെ ചെയ്യുന്ന, ഭയങ്കര തകർത്താടുന്ന 2 ആൾക്കാരാണല്ലോ. അപ്പൊ നിങ്ങൾ ചെയ്തിട്ടുള്ള റീലുകൾ അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ചില പാട്ടുകൾ, ഇതെല്ലാം എന്റെ മുന്നിലിരിക്കുന്ന ഈ ബൗളിലുണ്ട്. ഇതിൽ ഓരോരുത്തർക്ക് എടുക്കാം. അത് ഏത് പാട്ടാണ് ലച്ചുവിന് കിട്ടിയെന്നുള്ളത് ലച്ചുവിന്റെ ചില ആംഗ്യങ്ങളിലൂടെ ലച്ചുവിന്റെ അമ്മായിയമ്മ പറയണം. അമ്മായിയമ്മക്ക് ഏതാ കിട്ടിയെന്ന് മരുമോളും പറയണം. ആരാ ആദ്യം എടുക്കുക? അങ്ങോട്ട് കാണിക്കരുത് കേട്ടോ. ഇല്ല, ഞാൻ നോക്കുന്നില്ല. ഓക്കെ. എന്തെന്ന് എന്ന് ഗോൾഡൻ സ്പാരോ എന്നെഞ്ചില് ആരോ നീ ഇല്ലാതെ ലൈഫ്. ഈശ്വര, എന്റെ ലച്ചു നീ എനിക്ക് എന്റെ ഇത് സിമ്പിളാണ്. സിമ്പിള് എനിക്കോ? നോ വേ. ഒറ്റ ഇതിന് ചേച്ചി പറയും. ഞാൻ പറയോ? എനിക്ക് മനസ്സിലായി, മഞ്ജു വാര്യരുടെ പാട്ട് വരണ്ടേ? എനിക്ക് എല്ലാം അറിയാം, പാട്ടറിയില്ല. എനിക്ക് ഇത് മനസ്സിലായി. എനിക്കറിയാം, പാട്ട് വരണ്ടേ? എപ്പിസോഡ് ഇപ്പൊ കഴിയൂട്ടോ. എടാ സത്യമായിട്ട് എനിക്ക് അറിയാമോ? എനിക്ക് മനസ്സിലായി. വേറെ കാണിച്ചു കൊടുത്തു പറഞ്ഞു. ഏതാ മൂവ്മെന്റ്സോ? ഒന്നുമില്ല. എടാ സത്യമായിട്ട് എനിക്കറിയാം, എനിക്ക് ഞാൻ പറയാം. ഇപ്പൊ എന്താ ഇപ്പൊ പറഞ്ഞെന്താ? എന്താ സെന്റൻസ് പറഞ്ഞേ? എന്താ എനിക്ക് മൂവ്മെന്റ്സ് കാണിച്ചു തന്നോ?
മനസ്സിലായോ? എനിക്ക് പാട്ട് അറിയാം, പക്ഷെ ഇപ്പൊ അത് കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. പക്ഷെ മൂമെന്റ്സ് മനസ്സിലായായിരുന്നോ? മനസ്സിലായോ? മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ല മനസ്സിലായോ? സോറി, നല്ല രസം. എനിക്ക് ഇഷ്ടപ്പെട്ട്. എനിക്ക് ഒരു പാടുമില്ല. അതല്ല നീ കളിച്ചിട്ടുണ്ട്. എന്നെ കട്ടാക്ക്. നമ്മള് കളിച്ചതാണോ? ഈശ്വര, സത്യമായിട്ടും പോയി 0 മോൻ 0. എന്തെങ്കിലും കാണിച്ചു കൊടുക്ക. എടി എനിക്ക് സ്റ്റെപ്പ് വേണമെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് കാണിച്ചു തരും, പാട്ട് ഇട്ടാത്തോണ്ട്. പാട്ട് കിട്ടുന്നില്ല. പാട്ടിന്റെ മറ്റേ ഇത് കാണിച്ചു കൊടുക്കും. പാട്ട് നമ്മൾ മറ്റേ അന്താക്ഷരി കളിക്കില്ലേ, അതുപോലെ ഇതെന്തെന്നാ ഇങ്ങനെ പൂവ്, മഴ, മഴ, പൂവ്, വെയില്. മഴയിലെ പൂ വെയിലിനെ എന്നൊക്കെ പറഞ്ഞില്ലേ? മഴയുണ്ട്, വെയിലുണ്ട്, തൈമാസം, പൂവാസം. വേറെ എന്തെങ്കിലും ഉണ്ട് ഇതുപോലെ തന്നെ? എനിക്ക് ക്ഷീണമായി. ഇനി ആരെടുക്കും ചേച്ചില്ലേ? ബുദ്ധിമുട്ടി കേട്ടോ. നിനക്ക് അതും നീ പറയൂ, നീ പിടിക്കുകയാണ് ഡാൻസർ. അതെന്താ എനിക്ക് മനസ്സിലായില്ല. ഇത്ര നേരം എനിക്കിട്ട് പണിയാന്നോണ്ട് പറഞ്ഞോ ഫീലിങ്സ്. ഓക്കെ, ലാസ്റ്റ്. ഞാനില്ല, ഞാൻ ഒരെണ്ണമെങ്കിലും പറയും. ദൈവം നാണക്കേട് എന്ന് പറ, മൂളെങ്കിലും ചെയ്യും. സന്തോഷമുണ്ടടാ. ഇതെല്ലാം നിങ്ങൾ തന്നെ കളിച്ച് വളരെ ട്രെൻഡിങ് ആക്കിയിട്ടുള്ള പാട്ടുകളായിരുന്നു. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ റീൽസ് പോയിട്ടുള്ള പാട്ടുകളായിരുന്നു. Don't you know that? അറിയാം, പക്ഷെ അങ്ങനെ വരുന്നില്ല. എല്ലാം അറിയാം, വരി വരണ്ടേ ചില സമയത്ത്. എന്താ ബ്ലാങ്ക. നിങ്ങൾ നിങ്ങളുടെ സീരിയലില് ഓർത്തിരിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ടോ? ഞങ്ങൾ ഒരു ദിവസം എത്ര സീനേച്ചി 12 സീന കേൾക്കുന്ന ആൾക്കാർ. ഇതൊക്കെ ഓർത്ത് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ. അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് അങ്ങനെയാണെങ്കിൽ ഓക്കെ. അങ്ങനെയാണെങ്കിൽ കഥ പോലെ തന്നെ കണ്ടാൽ മരുമകളെ അങ്ങനെ നിലവിൽ ഇഷ്ടമല്ലാത്ത അമ്മായിയമ്മ മരുമകൾ രാവിലെ പുട്ടുണ്ടാക്കി. അമ്മായിയമ്മക്ക് ഇഷ്ടപ്പെട്ടിട്ട് പുട്ടെനിക്ക് ഇഷ്ടപ്പെട്ട ദോശയായിരുന്നെങ്കിൽ പിന്നെ ചാടിത്തുള്ളിയ ദോശ ഉണ്ടാക്കാം. ആക്ടിങ്ങിലേക്ക് എത്തി. സോറി. അപ്പൊ എങ്ങനെയായിരിക്കും നിങ്ങൾ പരസ്പരം ബിഹേവ് ചെയ്യുക? ഓക്കെ. അമ്മ ദോശ. നിന്നോട് എത്ര തവണ പറയണോടി എനിക്കിത് ഇഷ്ടമല്ലെന്ന്? നീ ഇവിടെ വന്നിട്ട് ഇവിടെ എത്ര വർഷമായി? ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇത്രയും നാളായിട്ട് എന്റെ ഇഷ്ടങ്ങൾ എനിക്ക് മനസ്സിലായിട്ടില്ലേ? മര്യാദക്ക് കൊണ്ട് മാറ്റിയിട്ട് എനിക്ക് പുട്ട് എടുത്തുണ്ടോ? ഞാൻ പുട്ട് മാത്രമേ കഴിക്കുള്ളൂ. ഞാൻ ഇന്നലെ ചോദിച്ചതല്ല അമ്മയുടെ അടുത്ത്. നീ എത്ര ചോദിച്ചാലും എനിക്ക് ഇഷ്ടമുള്ളത് പുട്ടാണ്. അതുകൊണ്ട് ഡെയിലി നീ ഉണ്ടാക്കി തരുന്ന ദിവസം തന്നെ എനിക്ക് പറ്റില്ല. എനിക്ക് പുട്ട് മതി. അമ്മ കുറച്ചു നേരം വെയിറ്റ് ചെയ്യാമോ? ഞാൻ ഉണ്ടാക്കി. എനിക്ക് പറ്റില്ല. അമ്മ ആദർശേട്ടന് പോവാനുള്ളതുകൊണ്ട് ഞാൻ ധൃതിയിൽ പെട്ടെന്ന്. ശരി. ആദർശേട്ടൻ എന്റെ മകനല്ലേ? എന്തോ നീ ആദർശേട്ടൻ എന്നൊക്കെ പറയുന്നേ? അതിനു മുമ്പ് നീ അങ്ങ് ഭാര്യ ആവാൻ തുടങ്ങിയോ? എന്റെ പൊന്നെ മതി, എനിക്ക് പേടിയാവുന്നു. കരഞ്ഞു വരുന്നു. ആരാണേലും കരഞ്ഞു പോകൂടാ ഇങ്ങനെ. ഞാൻ നേരെ ഒരു മറ്റേ ക്യാരക്ടർ സ്വിച്ച് ചെയ്യട്ടെ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, എന്റെ സൗണ്ടിനൊരു ഗാംഭീര്യമില്ല. എല്ലാരും കളിയാക്കും. ചിരി വരും. പിന്നെ ഞാനാണ് അതെ,
ചേച്ചി എന്നെ എല്ലാരും കളിയാക്കുന്ന ഒരു കാര്യം. ഇതെനിക്ക് നെഗറ്റീവ് സൈഡും ഉണ്ട് എൻ്റെ ഈ ഒരു ശബ്ദത്തില്. അതായത് ചെറുപ്പം മുതൽ എനിക്ക് ഈ ഒരു സൗണ്ട് ആണല്ലോ, അധികം ഭയങ്കര ഗാംഭീര്യമില്ല. അപ്പൊ എൻ്റെ അടുത്ത് എല്ലാരും പറയും, ഓ വലിയ ക്യൂട്ട്നെസ് കാണിക്കാണ്, അല്ലെങ്കിൽ കൊഞ്ചല് അത് ശരി, ഞാനും കേട്ടു. കൊഞ്ചല് കുറച്ച് കുറക്കാം അങ്ങനെയൊക്കെ. പക്ഷെ എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ അറിയാമല്ലോ. അപ്പം ചില സീനൊക്കെ നിർത്തടി എന്നൊക്കെ പറയുന്ന സീൻ, അപ്പൊ ഞാനിത് പറഞ്ഞു വരുമ്പോ എല്ലാരും കൂടി ചിരിക്കും. എനിക്ക് അങ്ങനെ വരുള്ളൂ. അങ്ങനെ പറഞ്ഞിപ്പോ എന്റെ ക്യാരക്ടർ ഇവക്ക് കൊടുത്താനുള്ള അവസ്ഥ അപ്പൊ നീ ആലോചിച്ചു. ബാക്കിലിരുന്ന ഡബ് ചെയ്യേണ്ടി വരും അല്ലേ? അതെ അതെ. അല്ല ഇങ്ങനെയുള്ള സംഭവം ഗാംഭീര്യമുള്ള സംഭവങ്ങള് കുറച്ച് പ്രശ്നം. അല്ലാതെ ഫേസിൽ വരും. എന്നോടൊന്ന് പറ, ഇതൊക്കെ അവർക്ക് പറ്റും. അല്ലാത്തതാണ് പ്രശ്നം. അഭിനയിക്കും, ആ സൗണ്ട് ആട്ടോ. അഭിനയിക്കണേന് പ്രശ്നമില്ല, ദേഷ്യം കയറിയിട്ടൊക്കെ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ നയന എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇപ്പോഴാണ് കുറച്ചൊരു പാവായിട്ടുള്ളത്. അതായത് പറ്റിച്ച് വീട്ടിൽ കയറി എന്നുള്ള ഒരു ഇതില് ആദ്യം ഒന്നോ രണ്ടാമത്തെ അടിയായിരിക്കും കിട്ടുന്നത്. നായകനെ അടിയിലൂടെ അവർ പരിചയപ്പെടുന്നേ ഷെടുക്കലിന്. ആണോ? അതല്ലേ അവന് ഇഷ്ടമല്ലായിരുന്നു ഇവളെ. അങ്ങനെ കുറച്ച് കഥകളൊക്കെ ഉണ്ട്. India's most affordable IAS coaching for civil service aspirants. Download IPM IAS.